കണ്ണൂർ കീഴല്ലൂരിൽ ഇത്തവണ ചരിത്രം മാറ്റിയെഴുതാനാണ് UDFിന്റെ പരിശ്രമം. മട്ടന്നൂർ മേഖലയിലുണ്ടായ ഉണർവ് വോട്ടാക്കി മാറ്റാനാണ് കോൺഗ്രസിന്റെ നീക്കം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി അടക്കം പ്രഖ്യാപിച്ച UDF പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. കണ്ണൂരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളെല്ലാം എല്ലാ മുന്നണികളും ആരംഭിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ കണ്ണൂരിലെ ഒരു പഞ്ചായത്തിൽ, അതായത് മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഇതുവരെ UDFന് ബാലികാരാമലയായിരുന്ന സ്ഥലമാണ്. അവിടെ ഇത്തവണ UDF ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മത്സരരംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്നാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 16 വാർഡുകൾ ഈ പഞ്ചായത്തിലുണ്ട്. അതിൽ 12 ഇടത്ത് കോൺഗ്രസ് മത്സരിക്കും എന്നുള്ളതാണ് ധാരണ. അതിനകത്ത് ഇപ്പോൾ 14 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതായത് നേരത്തെ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബിന്റെ നാടുകൂടിയാണ് ഈ കീഴല്ലൂർ പഞ്ചായത്ത് ഉൾപ്പെടുന്ന സ്ഥലം. യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസീൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഫർസീൻ, എങ്ങനെയാണ് നമ്മൾ ഒരുക്കം എങ്ങനെയാണ്? വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് കീഴല്ലൂർ പഞ്ചായത്തിനകത്ത് UDF ഈ ത്രിതല പഞ്ചായത്തിന് വേണ്ടി ഒരുങ്ങുന്നത്. ഒന്ന്, കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് എന്നുള്ള നിലയിൽ, ഇതുവരെ UDF ഭരിക്കാത്ത പഞ്ചായത്ത് എന്നുള്ള നിലയിലും വളരെ ശുഭപ്രതീക്ഷയാണ് UDFനുള്ളത്. ഇവിടുത്തെ ജനം ഒന്നടങ്കം പറയുകയാണ് CPMനോട് ഗെറ്റ് ഔട്ട് അടിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിനകത്ത് UDF ഒറ്റക്കെട്ടായി. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഇവിടെ കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോഴാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ തന്നെ ഇവിടെ ഫ്ലെക്സ് ബോർഡുകളും അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങളും ഇവിടുത്തെ പ്രവർത്തകന്മാർ ഒരുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, കീഴല്ലൂർ പഞ്ചായത്തിന്റെ ചരിത്രത്തിലാദ്യമായി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ കെ പ്രശാന്തൻ എന്ന് പറയുന്ന ഈ 9ാം വാർഡിനകത്തെ UDFന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് UDF ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങുന്നത്. ഷുഹൈബിന്റെ രക്തസാക്ഷിയുടെ മണ്ണ് എന്ന ഈ CPMന്റെ മണ്ണിനകത്ത്, ഷുഹൈബിന്റെ പോരാട്ടങ്ങൾ അന്തിയുറങ്ങുന്ന മണ്ണിനകത്ത് UDF ശക്തമായ ഒരു മത്സരത്തിനാണ് ഒരുങ്ങുന്നത്. പഞ്ചായത്ത് പിടിച്ചടക്കുവാനുള്ള പോരാട്ടത്തിനാണ്. എങ്ങനെയാണ് UDFന്റെ ഒരു പ്രതീക്ഷ ഇത്തവണ? എങ്ങനെയാണ് ജനങ്ങൾ ഇത്തവണ നമ്മളെ കൂടെയാണ്? കാരണം വെച്ചാൽ കാലങ്ങളായിട്ട് CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് ഏത് വികസനങ്ങൾക്ക് ഒരു നേതൃത്വവും കൊടുക്കാത്ത പഞ്ചായത്തായി മാറിയിരിക്കുകയാണ് കീഴല്ലൂർ പഞ്ചായത്ത്. അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ UDF ഒറ്റക്കെട്ടായി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ UDF തയ്യാറായിരിക്കുകയാണ്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതുപോലെ തന്നെ തുടർന്ന് നടക്കുന്ന പ്രചരണങ്ങളും. നമ്മളിപ്പോൾ ഒരു റൗണ്ട് വീട് കയറി. ഇന്ന് രാവിലെ മുതൽ നമ്മൾ വീടുകളിൽ പോയി. പഞ്ചായത്തിലെ UDFന്റെ വിശേഷങ്ങളാണ് ബിജീഷ് ഗോവിന്ദൻ